മോനെ ക്രിസ്ത്യാനി ശരി. മോളെ എന്തു അടി കാണിക്കുന്നത്? അതൊക്കെ തട്ടി താഴെ വീഴത്തില്ലേ? അപ്പാപ്പന്റെ കാര്യം അപ്പാപ്പൻ തന്നെ നോക്കുന്നത്. നിനക്ക് തീരെ അനുസരണ ഇല്ലാതെ വന്നിരിക്കുക. വളർത്തു ദോഷമായതൊക്കെ അല്ലാതെന്താ? അപ്പ എന്തിനാ വെറുതെ മോളെ വഴക്ക് പറയുന്നത്? അവള് കുഞ്ഞല്ല, അപ്പൊ ഒന്നും മിണ്ടായിരി അവിടെ കാണാം. കുഞ്ഞുങ്ങളെ വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയണം. ഒരുപാട് ലാളിച്ച് വഷളാക്കരുത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവളെ വളർത്താൻ എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ. നീ ഇത്ര അനുസരണയുള്ളവനായത് നിന്നെ അച്ചടക്കത്തിൽ ഞാൻ വളർത്തിയത് കൊണ്ടാ. വളർത്തിൻ്റെ കാര്യമൊന്നും പറയല്ലേ അപ്പാ. വളർത്തി നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഒരു ഫ്രീഡം പോലും ഇല്ലാതെ വെറും പൊട്ടനായി വളർത്തിയാണ് ഞാനിപ്പോൾ കിടന്ന് അനുഭവിക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇനി അങ്ങനെ നശിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. എന്നാ നശിപ്പിച്ചെന്നാടാ നീ പറയുന്നത്? നിങ്ങളെപ്പോലെ തന്നെ ആയി. ഇതിൽ കൂടി എന്താവാനാപ്പാ? നിങ്ങൾക്കല്ലെങ്കിൽ ഞാൻ അധികം പറ്റാം. എനിക്കറിയാം നിങ്ങൾ അമ്മ പറയുന്നതല്ലേ കേൾക്കത്തുള്ളൂ. നിങ്ങൾ അതും കേട്ടോണ്ട് ഇവിടെ ഇരുന്നോ. എനിക്കറിയാം അല്ലെങ്കിലും ഞാനും എന്റെ മക്കളും അധികം പറ്റാണെന്ന്. എന്നാ ഞാൻ പറയുന്നതിന് വല്ല വിലയും നിങ്ങൾ തന്നിട്ടുള്ളത് പറ. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. ഞാനും എന്റെ മക്കൾ ഇവിടെ അധികം പറ്റാണെങ്കിൽ ഇപ്പം പറയണം. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. അയ്യോ മോളെ, അങ്ങനൊന്നും പറയാതെ. നിങ്ങൾ സുഖമായിട്ടിരിക്കണം. നിങ്ങളുടെ ഇടയ്ക്ക് ഞങ്ങൾ വരില്ല. ഓ അതറിയാവല്ലോ. പിന്നെ എന്തിനു പഠിച്ചു അവിടെ വഴക്ക് പറയല്ലേടാ. ഞങ്ങൾ വേണമെങ്കിൽ മാറി നിൽക്കാം. ഇടയ്ക്ക് ഒന്ന് കാണുകയും ചെയ്യാം. എന്താ പോരെ? വേണോന്നില്ല, കണ്ടിടത്തോളം മതി. ഒന്ന് എവിടെയെങ്കിലും പോയി തന്നാ മതി. വേറെ മക്കളുണ്ട്. നിങ്ങൾക്ക് ഈ വിഴുപ്പുകളെ ചുമക്കേണ്ട കാര്യം എന്ത്? നിങ്ങളുടെ മോനെ വെച്ച് നിങ്ങൾ തല്ലിച്ചല്ലേ. ഞങ്ങളുടെ ജീവിതത്തിലെ ശാപമാ നിങ്ങൾ രണ്ടുപേരും. മടുത്തു. ഇറങ്ങുവാ ഞാനും എന്റെ മോളും. നോക്കിക്കോ, രണ്ടും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. മോളെ ഇങ്ങനൊന്നും പറയല്ലേടി. ദൈവദോഷമാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെയും മോളെയും വേണേ ഇതുങ്ങളെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോണം. അല്ലേ തണുത്ത് വിറങ്ങലിച്ച എന്റെയും മോളുടെ ശരീരം നിങ്ങൾ കാണേണ്ടി വരും. അടുത്തു മോളെ. മോനെ
എടാ എന്നെ പള്ളിയിലൊന്നും കൊണ്ടുപോടാ. ഇനി പള്ളിയിൽ പോയിട്ട് ഇനി അവിടെ ഇനി ആരെങ്കിലും കാണണം, രണ്ട് പറയണം. ഇനി എന്നെ നാണം കെടുത്തിക്കാനാണോ അപ്പന്റെ പരിപാടി? അല്ലാതെ പിന്നെ എന്തുവാ? എടാ ഞാൻ നിന്നെ ഇങ്ങനെ നാണം കെടുത്തുവെന്നാ നീ പറയുന്നത്? അപ്പൊ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇവിടെ സമാധാനമില്ല. എനിക്ക് 100 കൂട്ടം കാര്യങ്ങൾ നിങ്ങളായിട്ട് ഇനി ഓരോന്ന് ഉണ്ടാക്കി വെക്കല്ലേ എന്നെ കണ്ട്. ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല. നിന്റെ അടുത്ത് ഞാൻ പള്ളിയിലൊന്നും കൊണ്ടുപോകാനല്ലേ പറഞ്ഞോളൂ. അപ്പൊ ആയ കാലത്ത് ഞാൻ കുറെ കിടന്ന് അനുഭവിച്ചതാണ് നിങ്ങളുടെ കാര്യങ്ങൾ കൊണ്ട്. ഇനി എനിക്ക് വയ്യ. എനിക്ക് 100 കൂട്ടം കാര്യങ്ങൾ. എനിക്കിപ്പോ കുടുംബമുണ്ട്, എനിക്ക് എന്റെ മോളുണ്ട്, എനിക്ക് അവരെ കാര്യങ്ങൾ നോക്കണം. പള്ളി നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? വീടിനകത്ത് ആഹാരം സമയത്തിന് കിട്ടുന്നില്ലേ? കഴിക്കാൻ എന്തെങ്കിലും ഇല്ല? ഇനി ഇവിടെ ആണ് ഇരുന്നൂടെ ഇനി വീട്ടിനകത്ത്. പള്ളിയിൽ പോകുന്നതാണോ കുറ്റം? എടാ കഴിക്കാൻ തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്, സംഗതി ശരിയാ. പക്ഷെ പള്ളിയിലൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് നീ ഇത്രയും ചൂടാവുന്ന എന്തിനാ? അപ്പ ഒരു പ്രായം കഴിയുമ്പോ അടങ്ങി ഒതുങ്ങി വീട്ടിനകത്ത് ഇരിക്കണം. അല്ലാണ്ട് ഈ നാട്ടിൽ പോയി അതുവിധം പറഞ്ഞ് എന്നെ നാണം കെടുത്തിക്കലല്ല പരിപാടി. അങ്ങനെ പറഞ്ഞുകൊടു. അങ്ങനല്ല ചെയ്യേണ്ടത്. എനിക്കൊന്നുമില്ല. നിങ്ങൾ പള്ളിയോ പട്ടക്കാരോ എവിടെ വേണമെങ്കിലും നിങ്ങൾ ഇറങ്ങിപ്പോയ്ക്കോ. എനിക്ക് സമാധാനം തരുവോ? നിങ്ങൾ ഇനി ഒന്നും സംസാരിക്കണ്ട, അവനെ അങ്ങ് വിട്. ശരി, അപ്പൊ ഞാനാണ് നിനക്ക് സമാധാനം തരാത്തത്. നിങ്ങൾ തന്നെയാണ് എനിക്ക് സമാധാനം തരാത്തത്. എനിക്ക് ശരിക്കും പ്രാന്താവുന്നു. ശരിക്കും നിങ്ങൾ തന്നെയാണ് എനിക്ക് സമാധാനം തരാത്തത്. ആ, ഞാൻ പോയിക്കോളാം മോനെ, നിന്നെ ബുദ്ധിമുട്ടിക്കുന്നു. മോനെ, ജോസ് മോനെ, മോനെന്തിയേ? അവനിപ്പോ വരും. മരുന്ന് കഴിക്കാൻ സമയമായല്ലേ, പോണ്ടേ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലേ? മരുന്ന് കഴിക്കുന്ന സമയം കഴിഞ്ഞല്ലോ. അവനിപ്പോ വരും. സമയം ഒരുപാടായി, പോകണ്ടേ? വീട്ടിൽ പോകണ്ടേ? ഞാൻ പോയല്ലേ? നമ്മുടെ പൊന്നുമോ നമ്മളെ കളഞ്ഞിട്ട് പോയല്ലേ? മോനെ, ജോസ് മോനെ, എടാ മോനെ. എങ്ങോട്ട് പോവാനാ? ചേട്ടാ, ഇവിടെ 2 പേര് ഇരിപ്പുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? പ്രായമുള്ള 2 പേര്, അപ്പനും അമ്മയും. ഏതാ? ഇവിടെ ആളെല്ലാം പിരിഞ്ഞ് 1 മണിക്കൂറായല്ലോ എല്ലാവരും പോയിട്ട്. പോയെന്നോ? 1 മണിക്കൂറായി. ചേട്ടാ ഇപ്പോഴാണോ വന്നേ? ഞാൻ കുറച്ചു നേരം കൊണ്ട് ഇവിടെ ഉണ്ട്. അതല്ല, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ചേട്ടാ. ഞാനൊന്ന് പുറത്തോട്ട് പോയിരുന്നേ. കുറേ നേരമായി പോയിട്ട്.
കുറച്ച് മെച്ചമൊക്കെ ഉണ്ട്, എന്നാലും ഭയങ്കര പ്രഷറാണ്. നമ്മളുടെ കാര്യമൊന്നും പറയണ്ട. വൈകിട്ടാകുമ്പോഴത്തേക്ക് അങ്ങ് തുടങ്ങും ഫോൺ കോളുകളും അവറുകളൊക്കെ. പ്രായം ചെന്ന് രണ്ടുപേരും ഇരിപ്പുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? പ്രായം ചെന്നയോ? അരമുക്കാൽ മണിക്കൂർ കണ്ടായിരുന്നോ? ഇല്ല, നമ്മളാരും കണ്ടില്ല. അറിയില്ല, കണ്ടില്ല. ഇല്ല ഇല്ല ഇല്ല, കണ്ടില്ല. സമയം ഒരുപാടായോ? അവർ പോയി കാണത്തില്ലേ? പോയി കാണും, ഇത്രയും നേരമായില്ലേ. ചേട്ടാ, കണ്ടായിരുന്നോ ഇവരാരെങ്കിലും? ഇല്ല മോനെ, ഞങ്ങളിപ്പം വന്നതേ ഉള്ളൂ ഇവിടെ. ഇല്ല ഇല്ല, അവിടെ ഉണ്ടായിരുന്നു, പാർക്കിലുണ്ടായിരുന്നു. അരമണിക്കൂർ മുന്നേ അവിടെ ഇല്ല ഇല്ല, കണ്ടില്ല. അങ്ങനെ ആരും കണ്ടില്ല. ഇല്ല. അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ല, ഇത് ആരോട്ട് വരും? ഏ, അല്ലേ, ഇത് നമ്മുടെ ആരോട്ട് വരും? എന്റെ അപ്പനും അമ്മയാ. അപ്പച്ചൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. എത്രയും വേഗം സുഖം പ്രാപിക്കും. അമ്മച്ചിയുടെ സ്നേഹപരിചരണങ്ങളും സാമീപ്യം ഉള്ളതുകൊണ്ട് അപ്പച്ചൻ എത്രയും വേഗം സുഖം പ്രാപിക്കും. റോസി, എൻ്റെ അപ്പനെയും അമ്മയും നന്നായി നോക്കിക്കോണം കേട്ടോ. പോട്ടെ. എന്തെങ്കിലും ഒന്ന് പറയുമ്പോ എന്തെങ്കിലും പോറക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പാപ്പ